Arrange in columns and subtract in your notebook. Check by adding. 263 ൽ നിന്ന് 142 subtract ചെയ്യണം. (263 minus 142). 3 minus 2, 1. 6 minus 4, 2. 2 minus 1, 1. 121 ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് 121 പ്ലസ് 142. 1 plus 2, 3. 2 plus 4, 6. 1 plus 1, 2. ഇതേ സെയിം നമ്പർ തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ശരിയാണ് എന്ന് ചെക്ക് ചെയ്യാം. ശരിയാണ് എന്ന് മനസ്സിലാവും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം. രണ്ടാമത്തത് 1215 ഡിഡക്ട് ചെയ്യണം ഫ്രം എന്തിൽ നിന്ന് 3468 നിന്ന്. അപ്പോൾ അതെങ്ങനെ കോളമായിട്ട് അറേഞ്ച് ചെയ്യാം? കോളമായിട്ട് അറേഞ്ച് ചെയ്യാം. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം വലിയ സംഖ്യ എഴുതുക. വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ചെക്ക് ചെയ്യണം ഇത് ശരിയാണോ. എങ്ങനെ ചെക്ക് ചെയ്യും? ആൻസറും ഡിഫറൻസും ആൻസറും ചെറിയ സംഖ്യയും കൂട്ടിയാൽ മൊത്തം ആ വലിയ സംഖ്യ കിട്ടണം. ആ വലിയ സംഖ്യ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് ശരിയാണ് ഉത്തരം. നെക്സ്റ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ 142 നിന്ന് എന്ത് കുറച്ചാലാണ് അതേ സംഖ്യ 142 കിട്ടുക? ഇത് തന്നെ കിട്ടണമെങ്കിൽ ഒന്നും കുറയ്ക്കുന്നില്ല എന്നല്ല അർത്ഥം. അപ്പൊ ഇവിടെ എന്താ വരിക? 0. ഇനി 3912 നിന്ന് 3912 ഫുള്ളും കുറച്ചു, കംപ്ലീറ്റ് ആയിട്ട് കുറച്ചു. അപ്പൊ ഇവിടെ എന്താ വരിക? ഇനി ഇതിൽ നിന്ന് എന്തോ കുറച്ചപ്പോ ഇത് തന്നെയാണ് കിട്ടിയത്. അപ്പൊ എന്തായിരിക്കും കുറച്ചിട്ടുണ്ടാവുക? ഒന്നും കുറച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഇത് തന്നെ കിട്ടുന്നത്. അപ്പൊ 0. ഇനി 6192 നിന്ന് 0 കുറച്ചാൽ എത്ര ആൻസർ? 6192. അത് തന്നെ കിട്ടും. 0 ആയി കുറയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും കുറയ്ക്കാത്തത് പോലെ അത് തന്നെ ഇതും അതുപോലെ തന്നെ 0. ഇനി 8546 ഈ 8546 മൊത്തം കുറച്ചു, ഫുള്ളും കുറച്ചു. അപ്പൊ എന്താ കിട്ടുക? 0.